പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ പെസഹ ദിനത്തിന്റെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ, പൗരോഹിത്യം സ്ഥാപിച്ചതിന്റെ എല്ലാ പ്രാർത്ഥനകളും, ദൈവമേ ഞങ്ങൾക്ക് ഇത്ര വലിയ ഒരു കൂദാശ പരിശുദ്ധ കുർബാന നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പലരോടും എന്താണ് കുർബാന എന്ന് ചോദിച്ചു. പ്രിയ സഹോദരങ്ങൾ, അവർ ഒരു യേശു അങ്ങനെ പല സംഭവങ്ങളൊക്കെ പറയുന്നതിന് നോക്കി ഏറ്റവും എളുപ്പമുള്ള ഡെഫിനിഷൻ യേശു പറഞ്ഞതാണ്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51. അവിടെ പറയാണ്, യേശു പറയാണ്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ കുർബാന എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ അത് യേശുവാണ്. യേശുവാണ്. പരിശുദ്ധ കുർബാന എന്താണെന്ന് ചോദിച്ചാൽ അതിനേക്കാളും മനോഹരമായ ഒരു ഡെഫിനിഷൻ ഇല്ല. യേശുവാണ് പരിശുദ്ധ കുർബാന. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് ധാരാളം സമയം പരിശുദ്ധ കുർബാനയുടെ മുൻപിലായിരിക്കാൻ. ഇന്ന് പ്രഭാതത്തിലെ ബലിയർപ്പണ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇടനേരങ്ങളിലൊക്കെ ഉച്ചയ്ക്കും ഏതൊക്കെ സമയത്ത് നമുക്ക് പോകാൻ പറ്റുമോ ആ സമയങ്ങളിലൊക്കെ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പൊതുവാരാധനയിലൊക്കെ നല്ല എരിവോടുകൂടി പ്രാർത്ഥിച്ചേക്കാം. മിക്കവാറും വികാരിച്ചമാരൊക്കെ ആയിരിക്കും അത് ലീഡ് ചെയ്യാൻ സാധ്യത. അത് ശരിക്കും വികാരിച്ചമാരുടെ കൂട്ടായ്മയിൽ ശക്തമായിട്ട് മണിക്കൂറുകൾ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. ശരിക്കും ഇന്ന് നമുക്ക് ലഭിച്ച ആ ഒരു ഈശോ എത്രമാത്രം അല്ലേ, ആ മരണത്തിൻ്റെ തലേ ദിവസം എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങിയ സഹോദരങ്ങളെ. അപ്പോൾ ഉച്ചയ്ക്ക് വെയിലാണ്, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഇന്ന് തലേ ദിവസം, ഈശോ മരിച്ചതിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ ചെയ്ത പാപപരിഹാരങ്ങൾക്കൊക്കെ ഏറ്റു വേണം നമ്മൾ ആ വെയിലത്തൊക്കെ ചിലപ്പോൾ ആരാധനയ്ക്കൊക്കെ പോകേണ്ടതായിട്ട് സമയമൊക്കെ അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകണം. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തീരട്ടെ. ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ, ഒപ്പം തന്നെ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. നമ്മൾ വഴി, നമ്മുടെ കുടുംബം വഴി ഏതെങ്കിലുമൊക്കെ പുരോഹിതരുടെ കണ്ണുനീര് വീഴാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങളെ, വൈദികരും മനുഷ്യരാണ്. അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഇച്ചിരി കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും അതിൻ്റെ പേരിലൊക്കെ നമ്മൾ അവരെ ശരിക്കും വലിച്ചിട്ട് അടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. അതൊരു നമ്മളുടെ ഈശോയുടെ ഒരു കൃപയ്ക്ക് തടസ്സമാണ്. ഒരു വൈദികൻ്റെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൻ്റെ ബ്ലെസ്സിങ്ങിന് ഒരു തടസ്സമാണ്. അപ്പോൾ ഈ ദിവസം പൗരോഹിത്യം സ്ഥാപിച്ച ദിനത്തിൽ നമ്മൾ അതിന് ഏതെങ്കിലുമൊക്കെ വൈദികരുടെ കണ്ണുനീര് വീഴാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. ഈശോ ഈ ദിനം ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അത്ഭുത ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു സാന്നിധ്യം, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു നിറവ് കർത്താവേ ഓരോ ദാസർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.